നിന്റെ സ്നേഹലഹരിയുള്ളിൽ നിറയ്ക്കുവാനും. ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ ഒരു കാര്യം തെളിച്ചും കിട്ടി. കുറച്ചും കൂടി മയപ്പെട്ട് സംസാരിച്ചിരുന്നെങ്കിൽ യേശുവിന് കുറച്ചു കാലം കൂടി ഈ ഭൂമിയിൽ ജീവിക്കാമായിരുന്നു. കാരണം ഒത്തിരിയേറെ നിയമലംഘനങ്ങൾ യേശു നടത്തി. ഇതാണ് യേശുവിനെതിരെയുള്ള ആരോപണം. പക്ഷേ ഈ ആരോപണങ്ങളൊന്നും യേശുവിനെ കൊല്ലാനുള്ള ആരോപണമൊന്നുമല്ല. പക്ഷെ ഫരിസേയർക്കും നിയമജ്ഞർക്കും അങ്ങനെ പോരാ, ഇവനെ കൊല്ലണം, ഇനി ഇവൻ അധിക നാൾ ജീവിക്കാൻ പാടില്ല. അങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ് ഫരിസേയർ നിയമജ്ഞരും. അങ്ങനെ കാത്തിരുന്ന അവസരത്തിലാണ് യേശു എന്നൊരു വാക്ക് പറയുന്നത്. ആ വാക്ക് മതി മരണശിക്ഷയ്ക്കുള്ള ഒരു ആരോപണമായി മാറി. ആ വാക്ക് ഇതാണ്. യേശു എന്ന് പറയും, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവന് വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായോ എന്ന് അറിയില്ല. പക്ഷേ കേട്ടിരുന്ന ഫരിസേയർക്ക് നിയമജ്ഞർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായി. കാരണം യേശുവിൽ പറഞ്ഞു വരുന്നത് അവൻ ദൈവപുത്രനെന്നാണ്. ഇത് കേട്ടപ്പോൾ അവർക്ക് പിടിച്ചില്ല. കാരണം അവൻ തന്നെ ദൈവപുത്രനാക്കി. അതാണല്ലോ യേശുവിനെതിരെയുള്ള ആരോപണം. 3 ആരോപണങ്ങളാണ് പീലാത്തോസിന് മുമ്പിൽ വെച്ച് യേശുവിനെതിരെ അവർ ഉയർത്തിയത്. ഈ 3 ആരോപണവും മരണശിക്ഷയ്ക്കുള്ള ആരോപണമാണ്. അതിലൊരു ആരോപണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്, അവൻ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കുറച്ചുകൂടി മയപ്പെട്ട് യേശുവിന് സംസാരിക്കാമായിരുന്നു. അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഈ ഒരു ആരോപണം പുറത്തു വരില്ല. യേശുവിന് കുറച്ചു കാലം കൂടി ജീവിക്കാം. പീലാത്തോസ് ചോദിക്കുന്നുണ്ടല്ലോ, നീ ദൈവപുത്രനാണോ? ചോദ്യം വളരെ വ്യക്തമായിട്ട് പിന്നീട് ആവർത്തിക്കപ്പെട്ടു. പക്ഷേ യേശു വളരെ ബലത്തോടെ തന്നെ ഈ ഫരിസേയർ നിയമജ്ഞരോടും ആ സത്യം വെളിപ്പെടുത്തി. കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണെന്ന് തോന്നുന്നു. യേശുവിന് മയപ്പെടാൻ താല്പര്യമില്ലായിരുന്നു. ചില സത്യങ്ങളൊക്കെ അവർ വളരെ കൃത്യതയോടെ പറഞ്ഞു, വ്യക്തതയോടെ പറഞ്ഞു. അങ്ങനെ ജീവൻ പോകേണ്ടി വന്നാലും കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടേണ്ടി വന്നാലും സത്യങ്ങളൊന്നും പറയാതിരിക്കാൻ കഴിയില്ല എന്ന് യേശുവിന് അറിയാമായിരുന്നു. അവനൊരു സ്വത്വബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ആ സത്യം കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്. നമുക്ക് ഒരു ഇൻസ്പിറേഷനാണ് ഈ ഗോസ്പൽ. ചിലപ്പോൾ ചില സത്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ പേരിൽ നമ്മൾ ഒത്തിരി വേദനിക്കപ്പെടാം. കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. ക്രൂശിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാം. പക്ഷേ യേശു ഒരു ഇൻസ്പിറേഷനാണ്. പറയേണ്ടത് പറയണം. ചില സത്യങ്ങളൊന്നും അങ്ങനെ മൂടി വയ്ക്കാൻ പാടില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു മൂടി വെച്ചൊരു ജീവിതം? മയപ്പെട്ട വാക്കുകൾക്ക് ഉള്ളിലെ ബലം നഷ്ടപ്പെട്ടു പോയാലോ? ക്രിസ്തു ഉള്ളിൽ ബലമുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ്റെ നാവിലും ബലമുണ്ടായിരുന്നു. കാരണം അവൻ്റെ ആശ്രയം ഈ ഭൂമിയിലല്ലോ, സ്വർഗത്തിലെ പിതാവിൻ്റെ അടുത്താണല്ലോ. ഈ ആശ്രയം നമ്മൾ എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെ മറച്ചു വെച്ചുള്ള ഒരു ജീവിതത്തിനിടയിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയാതെ മയപ്പെട്ട് ഒരു മുഴം നീട്ടിക്കിട്ടാനുള്ള തത്രപ്പാടിനിടയിൽ എത്ര കാലം നമ്മൾ മുന്നോട്ട് പോകും? പ്രിയമുള്ളവരെ, സത്യങ്ങൾ സത്യമായി കാണാനും ആ സത്യങ്ങളെ വിശ്വസിക്കാനും അത് പറയാനുമുള്ളൊരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ സത്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, ക്രിസ്തു എന്നാണ്. നാം വിശ്വസിക്കുന്ന ആ സത്യത്തെ ഉച്ചത്തിൽ ഈ തപസ്സുകാലത്ത് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ, ആ സത്യത്തെ ഇങ്ങനെ മയപ്പെടുത്തി കൊണ്ടുപോവുകയാണെങ്കിൽ എത്ര നാൾ നമ്മൾ മുന്നോട്ട് പോകും? സത്യങ്ങൾക്ക് വിളിച്ച് പറയാനുള്ളതാണ്. ആ സത്യത്തിൻ്റെ പേര് ക്രിസ്തു എന്നാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒറ്റയ്ക്കല്ല നാഥാ ഞാൻ, ഒപ്പമുള്ളോരെന്നിൽ നിന്നുമകന്നാലും ഒറ്റപ്പെട്ടു പോയവനാം യേശുവേ നീയുള്ളപ്പോൾ ഒറ്റയ്ക്കല്ല ഞാൻ, ഒറ്റയ്ക്കല്ല ഞാൻ. നാഥാ നിനക്കായി നൽകാം നുറുങ്ങുമോരൻ ഹൃദയം, നീയല്ലാതാരുണ്ടെന്നെ
നിന്നെയൊന്നു